ദൈവമേ, മുടിനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എടി, നിനക്കൊരു വിചാരമുണ്ട്, നിന്നെ പേടിച്ചിട്ടായിരിക്കും ഞാൻ ഓടിയെന്ന്. എനിക്ക് പണിക്ക് പോകാൻ സമയമായി. എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഒരു അഴുക്ക സ്വഭാവം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് മീൻ ചട്ടി പൊട്ടിക്കും. പൊട്ടിച്ചോ? അത് തറയിലടിച്ച് പൊട്ടിക്കണം. തലയിലല്ലടി അടിച്ച് പൊട്ടിക്കേണ്ടത്. എനിക്ക് സമയമല്ലേതായിപ്പോയി. ഇവിടെ എന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒന്നും. അത് പിന്നെ നീ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ നീ എന്തിനു പെട്ടെന്ന് ചപ്പാത്തി കോലെടുത്തത്? സാധാരണ നീ ചപ്പാത്തി പരത്താനല്ല, എനിക്ക് രണ്ടെണ്ണം തരാനല്ലേ എടുക്കൂ. അതല്ലേ ഞാൻ പിടിച്ചടിച്ചെന്ന് ഓടിയത്. നിങ്ങൾക്ക് രണ്ടെണ്ണം തരേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. ചട്ടി അടുപ്പേ കയറിയത് നിങ്ങളുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മണ്ട അടിച്ച് ഞാൻ പൊടിച്ചേനെ. നിങ്ങൾക്ക് കേൾക്കണോ? ഈ വീട്ടിലെ സർവ്വ സാധനങ്ങൾ ഇങ്ങനെ വിറ്റ് കളിച്ച് എന്റെ ഇൻഡക്ഷൻ കുക്കർ, എന്റെ മിക്സി, എന്തിനു പറയുന്നു, ഞാൻ കൊതിച്ചു കടം വാങ്ങിച്ചൊരു ഫ്രിഡ്ജാ ഈ മനുഷ്യൻ ആദ്യം വിറ്റ് കളിച്ചിട്ട് വന്നേക്കോ. എന്തിനു മനുഷ്യന്റെ ഫ്രിഡ്ജ് വിറ്റേ? എടി, അത് പുതിയ ഫ്രിഡ്ജിന്റെ പരസ്യം നീ എന്നെ കാണിച്ചെന്നത്. അതിന് എടി, നീ പരസ്യത്തിൽ കാണിച്ചെന്ന് ഫ്രിഡ്ജ് തുറക്കുമ്പോ അതിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ ഇരിക്കണം എന്നറിയാം. ആപ്പിള്, മുന്തിരി, ഓറഞ്ച്. ഇതും കണ്ടോണ്ട് നമ്മളെ ഫ്രിഡ്ജ് പോയി തുറന്നു നോക്കി. കുറെ കരുവാട് കറിയുടെ ബാക്കി, പകുതി തേങ്ങ, അതും തീമേന്റെ ബാക്കി. എടി, ഉപയോഗമില്ലാത്ത സാധനം ഇവിടെ വേണ്ട. ഞാൻ അപ്പോഴേ ആഗ്രഹക്കാരനെ കൊടുത്ത് കമ്പനിക്കാരനെതിരെ ഞാൻ കേസ് കൊടുക്കും. എന്റെ അടുത്തല്ലേ പറ്റിപ്പോ ശരിയാക്കി കൊടുക്കാം. അത് പരസ്യത്തിനല്ലേ അവിടെ കാണിക്കുന്നേ? നിങ്ങളുടെ തളയ്ക്കകത്ത് ആള് താമസം ഇല്ലയോ? എന്റെ ചേച്ചിമാരെ, ഈ മലയാളികളുടെ എല്ലാ വീട്ടിലെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കി. അവിടെ തേങ്ങാമുറി, ഉണങ്ങിയ കറിവേപ്പില, പുളിച്ച സാമ്പാർ, ഇതൊക്കെയല്ലേ വെച്ചേക്കുന്നേ? ഈ ആണുങ്ങൾക്ക് ഇത് വല്ല അറിയണോ? അവരെ കയ്യും കഴുകി ഡൈനിങ് ടേബിളിൽ ഉരുട്ടി അടിക്കാൻ വന്നിരിക്കും. ബാക്കിയുള്ളത് അവിടെ തള്ളിയിട്ട് പോകും. നമ്മള് ഫ്രിഡ്ജ് വെച്ചാ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. ഈ ആണുങ്ങൾ ഇത് വല്ല അറിയുന്നോ? എടി, ആണുങ്ങളെ മൊത്തത്തിൽ നീ അടച്ചാക്ഷേപിക്കില്ലേ? എടി, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത് ആണുങ്ങളാണ്. ഉദാഹരണത്തിന് അടി ബൾബ് കണ്ടുപിടിച്ച്, പിന്നെ അതോട്ടെ TV കണ്ടുപിടിച്ച്. എടി, എന്തിന് ഏറെ പറയണ്, ഈ ഫോൺ വരെ കണ്ടുപിടിച്ചത് ആരാണ്? ആണുങ്ങളാണ്. അതെ, ഈ ആണുങ്ങൾ കണ്ടുപിടിച്ചെങ്കിലേ ഉപയോഗിക്കുന്ന ആരാ? ഈ പെണ്ണുങ്ങളാണോ? നിങ്ങൾ നോക്കേ, ഇല്ല ബൾബ് ഇട്ട് കഴിഞ്ഞാ അത് ഓഫ് ചെയ്യുവോ? ഇല്ല. TV വെച്ച് കഴിഞ്ഞാലേ അതിന്റെ മൂട്ടി ഇരുന്ന് കറങ്ങുന്നതല്ലാതെ അത് ഓഫ് ചെയ്യുവോ? ഇല്ല. ഫോൺ എടുത്ത് കോൾ ചെയ്താ അത് ഓഫ് ചെയ്യുവോ? ഇല്ലേ, ഇല്ല. പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറയുന്നത് ഈ പെണ്ണുങ്ങളല്ലേ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ആ ഫോണിങ് എടു, ഞാൻ കണ്ടുപിടിക്കാം. ആണുങ്ങൾ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് ചുമ്മാ ജാട പറയാതെ പെണ്ണുങ്ങൾ വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടാടി? നിങ്ങളുടെ പെങ്ങളും അപ്പുറത്തെ ഓട്ടോക്കാരൻ ചേട്ടനും തമ്മിലേ ലവ് അടിച്ചപ്പോഴേ അത് കണ്ടുപിടിച്ച ആരാ? നീ. ഞാന്. അപ്പൊ പെണ്ണുങ്ങളെയും കൊണ്ടും ചിലതൊക്കെ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അതുമാത്രമല്ല, പെണ്ണുങ്ങള് കൈ കടത്തിയ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എനിക്ക് നേരത്തെ അറിയാം. നിങ്ങൾ രാവിലെ എന്നോട് ഗുസ്തിയും കൊണ്ട് നിൽക്കാതെ നിങ്ങൾക്ക് പണിക്ക് പോകരുത് മനുഷ്യ. എടി, നീ പറയും പോലെ ഒന്നും അല്ല. ഇപ്പോഴത്തെ കാലത്ത് കൂലിപ്പണി ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ബിസിനസ് തുടങ്ങാന്ന്. തുടങ്ങാം. അതിന് കാശ് വേണ്ടേ? അതല്ലേ പറഞ്ഞത്, ഈ വീട് സ്ഥലം വിൽക്കാന്ന്. നിങ്ങൾ എന്റെ അമ്മയുടെ വീട് സ്ഥലം വിറ്റിട്ട് ബിസിനസ് തുടങ്ങാൻ പോന്നോ? അമ്മേ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി പോ മനുഷ്യ. ഈ മനുഷ്യൻ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയോ? അമ്മ ഇങ്ങനെ വരട്ടെ. പ്രശ്നം ഇവിടെ എന്ത് പ്രശ്നമോ? ഒരു പ്രശ്നമില്ല. എടി, മാമി വന്നിരിക്കുന്ന കണ്ടില്ലേ? കസര എടുത്തിട്ട് പോറി അങ്ങോട്ട്. നോക്കണ്ട, നിനക്ക് എന്താണ് പ്രശ്നം? എന്റെ പൊന്നമ്മേ, ഈ മനുഷ്യന് 1-ാം തീയതി മാത്രമേ പണിക്ക് പോകത്തുള്ളൂ. എല്ലാ ദിവസവും 1-ാം തീയതി ആവണേന്ന എന്റെ പ്രാർത്ഥന. അമ്മ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോട്. എന്റെ പൊന്ന് മാമി, എവള് പറയും പോലെ ഒന്നും അല്ല. എനിക്കാണെങ്കിൽ കിണറിന്റെ പണിയാണ്. അങ്ങനെ എല്ലാ ദിവസവും അത് ചെയ്യാൻ പറ്റൂല. നല്ല നേരം നല്ല ദിവസമൊക്കെ നോക്കണം. മാത്രമല്ല അതിന് കണക്കും അടിയൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയല്ല കേട്ടത്. നിനക്ക് കണക്കില്ലാതെ അടി കിട്ടണമെന്നുള്ള ഇങ്ങേർക്ക് കണക്കില്ലാതെ അടി കിട്ടിക്കൊണ്ടിരിക്കുക. എന്തിന്? അപ്പുറത്തെ കിണറ്റിലെ തെങ്ങ് പൊടിച്ചു. അവിടെ തെങ്ങ് പൊടിച്ചു ഇവൻ അടിക്കണ എന്തിനാണ്? അമ്മേ, സാധാരണ കിണർ വെട്ടാൻ നേരെ നമ്മൾ ഗണപതിക്ക് ഒരു തേങ്ങ വെക്കാറുണ്ടോ? അപ്പുറത്ത് കിണർ വെട്ടാൻ പോയി ഇങ്ങേര് തേങ്ങ വെച്ചു. പിന്നെ ആ വഴി ഇങ്ങേര് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവിടെ തെങ്ങ് പൊടിച്ചു. എന്റെ കുടിക്കാൻ വെള്ളോടി മോളെ. ആ തെങ്ങീന്ന് അവര് കരിക്ക് വെട്ടിയാ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ തേങ്ങയ്ക്ക് സ്വർണത്തിനെക്കാട്ടി വിലയാന്നോ? അതുകൊണ്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങാരെ അടുത്ത് കിഴക്കാമ്പാട് കുത്തിയാനേ അവര്. അല്ലേ, സാധാരണ കിണറ് കുത്താൻ പോയാ വെള്ളമാണ് കിട്ടണത്. ഇവിടെ എന്റെ മരുമൻ പോയാ കല്ലാണ് കിട്ടണത്. എന്റെ പൊന്ന് മാമി, നിങ്ങൾ പറയാൻ കണക്കൊന്നുമല്ല. ഇത് കിണറാണ്, സത്യമുള്ള സാധനം. അപ്പൊ അത് വെള്ളം കോരി കുടിച്ച് നമുക്ക് ഉള്ളിലോട്ട് ഇറക്കണ്ടേ? എടാ, അത് തന്നെയാണ് അവളും പറഞ്ഞു. ഉള്ളിലോട്ട് എന്തെങ്കിലും ഇറക്കണ്ടേ? പണിക്ക് പോടെ ചെറുക്ക.
പഠിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. എടി 100 പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹെൽമെറ്റിന്റെ കാര്യം എന്നെ ഓർമ്മപ്പെടുത്തണമെന്ന്. ഹെൽമെറ്റ് ഇല്ലാതെ ഞാൻ എങ്ങനെ ബൈക്കിൽ പണിക്കൂ? ഓ ഹെൽമെറ്റ് എടുത്തു. അല്ലേ കാശില്ല പുതിയ വണ്ടി മേടിച്ചാ നീ. എന്റെ അമ്മേ, ഇങ്ങാർക്കൊരു പൊട്ട സൈക്കിൾ പോലും ഇല്ല. താഴെ റോഡിലിറങ്ങി തെക്കോട്ടും വടക്കോട്ടും പോകുന്ന ബൈക്കിന് കൈ കാണിച്ച് ലിഫ്റ്റ് അടിച്ചു പോനാ. അത് പിന്നെ മാമി ഹെൽമെറ്റ് ഇല്ലാതെ ഒരുത്തരും ലിഫ്റ്റ് വരൂല. ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളെന്നാണ് അവർ പറയണത്. മാമി ജോലി ചെയ്യണ പൈസ വീട്ടു സാധനങ്ങൾ മേടിച്ച് തീരണമെന്നൊരു പരാതിയുണ്ട്. ആര് പറഞ്ഞു? താണ്ട് എവള് പറഞ്ഞു മാമി ജോലി ചെയ്യണ പൈസ ഇവിടെ വീട്ടു സാധനങ്ങൾ മേടിച്ച് ഞാൻ ഉൾപ്പെടെ തിന്നണമെന്ന്. അതുകൊണ്ട് എനിക്കിവിടെ ആട്ടും തുമ്പ് കേട്ട് കഴിയാൻ പറ്റൂല. ഞാൻ മാറി താമസിക്കാൻ തീരുമാനിച്ചു. ആയിക്കോട്ടെ, ഈ വീട് വെച്ച് മാറി ആര് പണിക്ക് പോകും? ആര് പണിക്ക് പോകുന്നു? എടി ഞാൻ സ്ഥിരമായിട്ട് പണിക്ക് പോവാറുണ്ടാ? ഇല്ല. നീ സ്ഥിരമായിട്ട് പണിക്ക് പോവാറുണ്ടാ? ഉണ്ട്. അപ്പൊ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. അവള് പണിക്ക് പോയി. അപ്പൊ ആ കാര്യത്തിന് തീരുമാനമായേ. ഇനി തീരുമാനമാവാത്തൊരു കാര്യം ഞാൻ പറയട്ടാ. പറയ്. വീട് വയ്ക്കണമെങ്കിൽ കാശ് വേണോ? വേണം. അതാണ് ഞാൻ പറഞ്ഞത് സ്ഥലം വിൽക്കാന്ന്. അല്ലടി മോളി, ഇവനെ എവിടെ സ്ഥലം ഇരിക്കണ്? അമ്മ ഇങ്ങാറെ സ്ഥലമല്ല, അമ്മയുടെ സ്ഥലം വിൽക്കുന്ന ആരെയാ പറയുന്നേ? മരുമോനെ എന്തോ വന്നേടാ. എന്ത് നാമി? എന്നാ പിന്നെ ഇവിടെ നിൽക്കുമ്പോ അങ്ങ് തന്നാ പോരാ. അപ്പൊ ഇത്ര പവർ കിട്ടോടാ? എടാ നിന്റെ മുഖത്ത് നോക്കി ഞാൻ മരുമോനെ പേര് ഞാൻ വിളിച്ചിട്ടുണ്ടാ. നിന്നോട് ബഹുമാനം കൊണ്ടാണെന്ന് വിചാരിച്ചാ. ഇവന്റെ പേര് ഒരു തവണ പറഞ്ഞപ്പോ തന്നെ എന്റെ നാക്കുളിക്ക് 3 ദിവസമാണ് എനിക്ക് മിണ്ടാൻ പറ്റാഞ്ഞത്. അത് എന്റെ പേരിന് എന്തൊരു കുഴപ്പം? നിന്റെ പേരെന്ന് പറഞ്ഞാട്ടെ. എഡ്വിൻ ടിൻഡിൻ ലിസ്റ്റോ. ബെസ്റ്റ്. അല്ല എത്ര മക്കള്? ഞാൻ ഒരേ ഒരു മോൻ. പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്ക് 3 മക്കള് വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ 3 പേരുടെ പേര് ഒറ്റക്കെട്ട് വെച്ചാക്കാണ്. ഇത്തിരി ചായ എടുത്തോണ്ട് വരാമോ? തരാമേ. താണ്ട മോൻ എന്റെ മോള് രാജി ദീകോന്തനെ നോക്കാൻ വേണ്ടി കെന്റിന്ന് വെള്ളം കോരി കാല് തെറ്റി കെന്റി വീണിട്ടും അവളറിഞ്ഞില്ല. അവസാനം താണ്ട ദിവം വന്ന് രക്ഷിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവന്നേക്കണേ അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച്. അതും എനിക്ക് ലാഭമായിരുന്നു. ഞാൻ പോട്ടേന്ന് വെച്ച്. അതും പോരാഞ്ഞിട്ട് എന്റെ അധികം ഉറക്കൂല്ലാതെ കഷ്ടപ്പെട്ട് വീട്ടിൽ വെച്ചുണ്ടാക്കിയ സ്ഥലം നിനക്ക് അതും വേണോടാ? എന്റെ പൊന്നു മാമിയെ കേൾക്കണവര് വിചാരിക്കും അങ്ങനെ അതിർത്തിയിൽ വെടിവെച്ചുണ്ടാക്കിയ പൈസക്ക് മേടിച്ച സ്ഥലമാണെന്ന്. അങ്ങനെ ജോലി എന്തിനാണെന്നും കൂടെ പറയാൻ അങ്ങോട്ട്. എന്റെ അധ്യായം അറിഞ്ഞൂടല്ലേ? വെടിക്കുമാരൻ അങ്ങനെ ആശാനായിരുന്നു. പിന്നെ അങ്ങ് വയ്യാണ്ടായി. എന്നാലും ആശുപത്രി 10ന്റെ പൈസ എന്നെ കൊണ്ട് കളിപ്പിച്ചിട്ടില്ല. അതെന്ത്? അങ്ങേർക്ക് അസുഖമൊന്നും വന്നിട്ടില്ലേ? എടാ അങ്ങേർക്ക് ഒരു അസുഖം വന്ന എന്റെ കൈ കൊണ്ടുണ്ടാക്കി ഒറ്റ കൂട്ട് വരുന്ന ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ മതി. അസുഖം പമ്പ എടുക്കും. കറക്റ്റാണ്, ഒറ്റ പ്രാവശ്യം കുടിച്ചേ ഉള്ളൂ. പക്ഷെ പമ്പയല്ല കടന്നത്, ഗംഗയിലാണ് മാമന്റെ നല്ല ഓർമ്മ. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ കൊടുത്ത മരുന്നൊക്കെ അങ്ങനെ ടച്ചിങ്സ് ആയിട്ടാണ് ഉപയോഗിച്ചത്. പിന്നല്ലേ ഞാൻ അറിഞ്ഞത്. ഞാൻ സത്യം പറയട്ടാ മാമി, ഈ വീട് സ്ഥലം എന്റെ പേരിലെടി തരാന്നല്ലേ? ഒന്ന് പാടൊന്ന്. എടാ ഞാൻ ചാകാൻ കിടന്ന ഒരു തുള്ളി വെള്ളം എന്റെ മോളുടെ കയ്യിൽ നിട്ടോന്ന് എനിക്ക് തോന്നണില്ല. ഒരു ചായക്ക് പോയതാണ്. എടി രാജി, അമ്മ എന്നെ വിളിച്ചാ? അയ്യോ ഞാൻ മറന്നുപോയി അമ്മേ. ഞാൻ ഇപ്പൊ ചായ എടുത്തോണ്ട് വരാം. എനിക്ക് നിന്റെ ഒരു ചായ ഇവിടെ, ഒരു തേങ്ങ ഇവിടെ, ഞാൻ എടുത്ത് കുടിച്ചോളാം. ചേട്ടാ, അതെ അപ്പുറത്തെ രമണി ചേച്ചിയെ കൊറേ ചക്കക്കുരു തന്ന്. എനിക്ക് കൂട്ടാൻ വെക്കാൻ അറിയത്തില്ല. ഞാനത് ചുട്ട് തരട്ടെ? ഇന്നുകൊണ്ട് കിണറ്റിന്റെ പണി ചെയ്യാൻ പറ്റിയ ആഹാരം നിന്റെ തള്ളക്ക് ചുട്ടുപറി. അതാകുമ്പോ അവരോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വല്ല മിണ്ടിയും പറഞ്ഞു ഇരിക്കട്ടെ. നിന്റെ വീട്ടിൽ ഈ വെടിയും പുക ഉണ്ടാവണ ആഹാരം അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ലേടി? നിങ്ങൾക്കറിയാമോ, ഇവള് ഒരു ദിവസം പാചകത്തിന് കയറി എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പുട്ടുണ്ടാക്കി തരാന്ന്. സംഭവം ഞാൻ നോക്കിയപ്പോൾ കുറെ മാവെടുത്ത് നനച്ച്, കുറെ വെള്ളം ഒഴിച്ച് മാവിനെ നനച്ച് പുട്ടുകുറ്റിക്കകത്ത് വെച്ച് കമ്പ് എടുത്ത് ഒരു കഥനം നിറയ്ക്കും കണക്ക് ഇടിയോടിടി. എന്നിട്ട് അടുപ്പിനകത്തോട്ട് ചൂളയ്ക്ക് തീ കണക്ക് തീ വിട്ട് ഈ സാധനം എടുത്ത് അങ്ങ് വെച്ച് ഞാൻ നോക്കിയപ്പോഴും പൂക്കുറ്റി കണക്കൊരു സാധനം പൊങ്ങി എന്റെ നെഞ്ചിന് നേരെ പറഞ്ഞു. ഞാൻ ജീവനെ കൊണ്ടാണ് വീട്ടിനകത്ത് ഓടി രക്ഷപ്പെട്ടത്. നിന്നെ പുട്ടുണ്ടാക്കാൻ പഠിപ്പിച്ച ആരടി? അതെന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് പുട്ടാണ്? അത് അമ്പലത്തിലെ വെടിക്കുറ്റിയാണടി? നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ? എനിക്ക് അന്ന് പാചകം അറിയാൻ വയ്യത്തുണ്ടല്ലോ. ഇപ്പൊ ഞാൻ എല്ലാം കണ്ടുപഠിച്ചില്ലേ? ശരിയെന്നാ, അന്നവക്ക് പാചകം അറിഞ്ഞൂടായിരുന്നു. 10 കൊല്ലം കൊണ്ട് ഞാൻ ചെയ്യണ ഓരോ പാചകങ്ങൾ അവള് കണ്ടുപഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് പറയണെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച് കൊതി തീർന്നിട്ടില്ല. ഇനിയും അവൾക്ക് തുടർന്ന് കണ്ടുപഠിച്ചുകൊണ്ടിരിക്കണമെന്ന്. കഴിക്കാൻ തരുണ്ടടി. ഞാൻ പണി സൈറ്റിലാണെങ്കിൽ ഇപ്പൊ കാപ്പി കുടിക്കാനുള്ള സമയമാണ്. അതിനേത് പണി സൈറ്റ് അല്ലല്ലോ. ഞാൻ സമയത്തിന് കാലത്ത് കഴിച്ചങ്ങ് ശീലിച്ചു പോയി. അതാ കള്ളച്ചോറ് എന്നേ പഠിച്ചു പോയി. കള്ളച്ചോറ് അത് പോട്ട്. കാപ്പി എന്തിനുണ്ടെന്ന് പറ. പുട്ട്. 8. വീണ്ടും പുട്ടിന്റെ കാര്യം എന്നെ ഓർമ്മപ്പെടുത്തില്ല എന്റെ പൊന്നേ. എടി, ഈ സ്ഥലം എങ്ങനെയെങ്കിലും അമ്മയെ കൊണ്ട് വിപ്പിക്കണം. എങ്കിൽ മാത്രമേ
നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റൂ. നിനക്കറിയാമല്ലേ ഇന്നത്തെ കാലത്ത് പണിയെന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യമല്ല. നീ ഒരു കാര്യം ചെയ്യ്, അമ്മ വിളിച്ച് ആ കാര്യം പറ. നിങ്ങളുടെ ഒച്ചപ്പാട് ഇതുവരെ തീർന്നിട്ടില്ലേ? ഒരു കാര്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവളുടെ കൂടെ നിനക്ക് ജീവിക്കണമെങ്കിൽ മര്യാദക്ക് പണിക്കൊള്ളാം. ഞാൻ പണിക്കൊന്നും പോകൂല. ഇവിടെ പൊന്നുവല്ലം നോക്കിയാ പോരെ. എങ്ങനാ? അങ്ങനെയാണ് ഞാൻ ഒരു ബിസിനസ് ചെയ്യാം. എന്ത് ബിസിനസ്? അതാണ് ഞാൻ പറഞ്ഞത്, റെഡിമെയ്ഡ് കിണർ. എന്റെ ദൈവമേ, റെഡിമെയ്ഡ് മതിലെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഈ കിണർ കുഴിച്ചിട്ട് നീ കൊണ്ട് കൊടുക്കോ അല്ലെങ്കിൽ അവരൊന്ന് എടുക്കോ? ഈ റെഡിമെയ്ഡ് കിണർ ഉണ്ടാക്കുന്നതേ ഞാൻ കണ്ടിട്ടില്ലേ ചേട്ടാ. എന്നെ കൂടെ ഒന്ന് കാണിച്ചു തരാവോ ചേട്ടാ? മരമണ്ടി, അതാ സ്ഥലം വിൽക്കാൻ വേണ്ടി ഇല്ലാത്ത ബിസിനസ് പറ്റിക്കണേണ് ചേട്ടാ. റിങ് എവിടെ? കിണർ വെട്ടി ആ മണ്ണിന്റെ ബലമൊക്കെ നോക്കിയിട്ടല്ലേ റിങ്ങിന്റെ ആവശ്യം. ആ റിങ് അല്ല, എന്റെ കയ്യിൽ നൂരിക്കൊണ്ട് പോയി പണയം വെച്ച റിങ് എവിടെ? ആ പണയം വെച്ച റിങ് കൊണ്ടാണ് ഈ റിങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഈ റിങ് കൊണ്ടുപോയി ആ കേട്ട് കൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് വേണം ഈ റിങ്ങിന്റെ പൈസ മേടിച്ച് നിന്റെ റിങ്ങിന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാൻ. ചുരുക്കം പറയാൻ എന്റെ റിങ്ങിനൊരു തീരുമാനമായി. ദയവ് ചെയ്ത് നിങ്ങക്ക് ഇവിടെ നിർത്താൻ പറ്റോ? ഞാൻ സ്ഥലം വിൽക്കാൻ സമ്മതിക്കാ, നീ ബിസിനസ് തുടങ്ങിക്കോ. ഓക്കെ. ഓ, അത് കേട്ടാ മതി. അത് നീയും മാമി സമ്മതിക്കണം. എന്തിന്? അങ്ങനെയാണെങ്കിൽ ഈ വീടും സ്ഥലവും വിറ്റ് എന്റെ ബിസിനസിന്റെ പുതിയ സംരംഭം ആരംഭിക്കാലോ. നിന്റെ ബിസിനസിന് തുടക്കം ഞങ്ങളുടെ ഒടുക്കം. മാമി